ഞങ്ങൾ പെട്ടു. ഇനി ബാക്കി ആരും ഇവിടെ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഈ അടുത്ത് നടന്ന ഒരു കാര്യമുണ്ടോ, നമ്മുടെ നാട്ടിൽ നിന്ന് UK ഒരുപാട് പേരെ നേഴ്സിംഗ് ഫീൽഡിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ ഹെൽത്ത് കെയർ സെക്ടറിലേക്ക് കൊണ്ടുവരാനായിട്ട് ഒരു ഏജൻസി 10-30 ആൾക്കാരുടെ അടുത്ത് നിന്നാണ് 15 തൊട്ട് 20 ലക്ഷം രൂപ വരെ മേടിച്ചത്. എത്ര കോടിക്കണക്കിന് പൈസയാണെന്ന് ഒക്കെ ആൾക്കാർ പോയത്. അപ്പം അതിനകത്ത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞ് തട്ടിപ്പാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഇവർക്ക് നാട്ടിൽ നിന്ന് ആൾക്കാരെ UK കൊണ്ടുവരാനുള്ള ലൈസൻസ് പോലും ഇല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പെട്ടു. ഇനി ബാക്കി ആരും ഇവിടെ വന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ഇതിന് ഞങ്ങൾക്ക് ഒരിക്കലും നീതി കിട്ടൂല എന്നാണ് തോന്നുന്നത്. കാര്യം പോലീസും ഞങ്ങൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്തു തരുന്നില്ല. ഇത്രയും നാളായിട്ട് ഞങ്ങളുടെ കേസ് പോലും മുമ്പോട്ട് പോകുന്നില്ല. ഇനി എന്ത് ചെയ്യണമെന്നറിയാതെ വഴിമുട്ടി നിൽക്കുക. എൻ്റെ ഭർത്താവിനാണെങ്കിൽ ഇതിൻ്റെ ഇടയിൽ ഒരു മേജർ സർജറിയൊക്കെ കഴിഞ്ഞു. അതിനും കടങ്ങൾക്ക് മേൽ ഞങ്ങൾ കടങ്ങൾ കുന്നു കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പായിട്ട്, എത്തിക്കൽ റിക്രൂട്ടേഴ്സ് എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ആ പേജിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, ഏത് ഏജൻസിയുടെ പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർ എത്തിക്കൽ റിക്രൂട്ടർ ആണോ, അവർക്ക് അതിനുള്ള ലൈസൻസ് അധികാരം ഉണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും.